എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ. ആര്യനെല്ലാം ഇങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉള്ളതായിട്ട് ആര്യന് തോന്നാം. എനിക്കോ? ആരാടാ റമോ നിന്നോട് ഈ അപവാദമൊക്കെ പറയുന്നത്? അത് ഈവൻ ബിഗ് ബോസിനോട് സംസാരിക്കുമ്പോഴും ഒരു ഗെയിം ആയാലും ഞാനില്ല. സാറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാനായിരിക്കാം. ഇന്നലെ പിന്നെ പണിപ്പുരയെ പോകുമ്പോഴത്തേക്ക് ആദ്യം പറഞ്ഞു ഞാനില്ല. ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പൊട്ടനാ? ഒരു സ്ട്രാറ്റജി ആയിട്ട് ഞാനില്ലെന്ന് പറഞ്ഞാൽ ചില ആൾക്കാരും ഇല്ലാന്ന് പറഞ്ഞിട്ട് അത് ഞാൻ കളി ജയിക്കും വിചാരിച്ചിട്ട് ഒരു സ്ട്രാറ്റജിക്കൽ മൂവ് ആയിരുന്നു ലാലേട്ടാ. എന്തോ എങ്ങനെ വേറെ ഒരു പേരും സൈക്കോളജിയുടെ അർത്ഥം വേറെയല്ലേ? ഏത് മാഷാണ് നിന്നെ പഠിപ്പിച്ചത്? പ്രൊഫസർ ജോസഫ് അഞ്ചരക്കണ്ടി. അതിന്റെ അർത്ഥം റിവേഴ്സ് സൈക്കോളജിയുടെ അർത്ഥമൊക്കെ വേറെയാണ്. ഒരു കയ്യബദ്ധം റിവേഴ്സ് സൈക്കോളജി തോണി പറഞ്ഞാൽ പിന്നെ പുറമാണ് നല്ലതെന്ന് പറയാറില്ലേ? ഒരു മെന്റലിസ്റ്റ് കളിയായിരുന്നു. ബിഗ് ബോസിനെ പോയി ചലഞ്ച് ചെയ്യാ, ഞാൻ അത് ചെയ്യില്ലെന്ന് പറയാ, അതെന്റെ സ്ട്രാറ്റജി ആണെന്ന് പറയാ, അത് നല്ലൊരു കാര്യമല്ല. ആര്യൻ സോറി ലാലേട്ടാ. ഈ സായിപ്പന്മാർ ഇന്ത്യയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ സോറിയും താങ്ക്സ് ഒന്നും കേൾക്കേണ്ടി വരൂലായിരുന്നല്ലോ. അഭിപ്രായമുണ്ട് ആര്യന്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച്? അവൻ കുറച്ച് ഇമ്മച്യൂർ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ നാണക്കെടുത്തി. അത് ആര്യനൊന്ന് ശ്രദ്ധിക്കണം. ലാലേട്ടാ ഇല്ലെങ്കിൽ 7ന്റെ പണി കിട്ടും. അതല്ല ഉദ്ദേശം. ഹെൽമെറ്റ് വെക്കണോന്ന് ചോദിക്കുമ്പോ കുളിക്കുമ്പോ വെക്കണോ, പിന്നെ കിടക്കുമ്പോ വെക്കണോ എന്നൊക്കെ ചോദിച്ചേ, ഞാനും ബുദ്ധിയുള്ള ഒരാളാണ്. ഞാൻ കുറച്ച് ഓവറായില്ലേ? I'm very clear about it. This is wrong. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എനിക്ക് തിരിച്ചു പറയാൻ അറിയാം. കിട്ടിയല്ലോ. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. കുളിക്കുമ്പോ വെക്കോ? ഒരിക്കലില്ല. കുളിക്കാൻ ഞാൻ പറഞ്ഞു ചോദിച്ചിട്ടില്ല ലാലേട്ടാ. ഞാൻ ഉറങ്ങുമ്പോ മാത്രം ചോദിച്ചോളൂ. ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. കുളിക്കുമ്പോ വെക്കാമോ? അപ്പൊ ഞാൻ പറഞ്ഞു കുളിക്കുമ്പോ വെക്കാം. കുളിക്കുമ്പോ അത് മാറ്റി വെച്ചു. കിടക്കുമ്പോ വെക്കാമോ? കലിപ്പ് തീരുണ്ടോ ദൈവമേ, അവന്റെ മോദം കണ്ടില്ലേ? ഞാനിത് എത്രയോ ആൾക്കാരെ കണ്ടിട്ട് വരുന്ന ഒരാളല്ലേ ഞാൻ ഈ ഗെയിം കളിക്കാൻ. എന്നോട് കളിക്കൂ, ധൈര്യം ഉണ്ടെങ്കിൽ കളിച്ചോളൂ, ഞാൻ തിരിച്ചു പറഞ്ഞു. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ.